ചില ധ്യാനക്കാർ പഠിപ്പിക്കുന്ന, ധ്യാന ഗുരുക്കന്മാർ പഠിപ്പിക്കുന്ന അന്ധവിശ്വാസം സഭയിലുണ്ട്. ദൈവശാസ്ത്രത്തിനും ബൈബിളിനും നിരക്കാത്ത അന്ധവിശ്വാസം വഹിക്കുന്ന അച്ഛന്മാരും ആത്മാരുമുണ്ട്. എന്തേലും വന്നാൽ പറയും പൂർവശാപം, പൂർവശാപം. ഇത് പറഞ്ഞ് ആർക്കും രക്ഷപ്പെടാം. അതിന്റെ പരിഹാരം പറഞ്ഞു തരട്ടെ. ചുമ്മാ പറയും പൂർവശാപം, പൂർവശാപം. ഒരു സ്ത്രീ, ഒരമ്മച്ചി ധ്യാനമന്ദിരത്തിൽ ധ്യാനിക്കാൻ വന്നിട്ട് പറയുക, എൻ്റെ ഇളയ മോൻ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി, മരുമകൾ ഗർഭിണിയാകുന്നില്ല. പല അച്ഛന്മാരോടും പല ധ്യാനമന്ദിരത്തിലും ചോദിച്ചിട്ട് അവർക്കാർക്കും ഇത് പറയാനുള്ള പവറില്ല. ഈയിടെ ഒരു ധ്യാനമന്ദിരത്തിൽ ഒരു ബദറിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞപ്പോഴാണ് പ്രശ്നം പിടികിട്ടത്. 3-4 തലമുറയ്ക്ക് മുമ്പ് ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ ഒരു പണിക്കാരി ഉണ്ടായിരുന്നു. അന്നത്തെ വല്യപ്പൻ ഒരു തൊഴി കൊടുത്തു. തൊഴി കൊണ്ട് ചത്തുപോയി. ബദർ പറഞ്ഞു, അവളുടെ പ്രേതം കയറി മരുമകളുടെ ഗർഭപാത്രത്തിലെ വക്കത്ത് കുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കൂട്ട് പൊട്ടന്മാര് സഭയിലുണ്ട്. സഭയുടെ ശാപം ചുമ്മാ പൊട്ടത്തിനെ പറഞ്ഞ് പഠിപ്പിക്കുക. പൂർവ്വശാപം, പൂർവ്വശാപം. തമ്പുരാൻ പറഞ്ഞു അത് പറയരുത്. ഈശോ വിലക്കി അത് പറയരുത്. അത് പഴയ നിയമ കാഴ്ചപ്പാടാ. ആവർത്തിക്കരുത്. ക്രിസ്തുവാ പറഞ്ഞത്. അന്ധനത് ആരുടെയും ശാപം കൊണ്ടല്ല, ദൈവമഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി ഇവൻ അന്ധനായിരിക്കുന്നു. എന്താ വ്യാഖ്യാനം? യേശു നമ്മോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഞാൻ ആരാണെന്നാ നിങ്ങൾ പറയുന്നത്? ഞാൻ ആരാണെന്നാ എല്ലാവരും പറയുന്നത്? 2 ചോദ്യങ്ങൾ. ഞാൻ ആരാണെന്നാ എല്ലാവരും പറയുന്നത്? ഞാൻ ആരാണെന്നാ നിങ്ങൾ പറയുന്നത്? ഇന്ന് ലോകത്തിൽ മനുഷ്യൻ ചോദ്യങ്ങളുടെ കാലമാണ്. പ്രധാനമന്ത്രി രാഹുലിനോട് ചോദ്യം ചോദിക്കുന്നു. പ്രിയങ്കയും രാഹുലും ചേർന്ന് രാജീവിനോട് ചോദ്യം ചോദിക്കുന്നു. എല്ലാവരും ഇന്ന് ചോദ്യമാണ്. മലയാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരാളെ കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കണം. ചോദിച്ചില്ലെങ്കിൽ എന്നാ കരുതുമെന്ന മലയാളിയുടെ ശൈലി. ഞാൻ നടന്നു പോകുമ്പോൾ ഒരു അമ്മച്ചി ചോദിക്കുക, ജോസഫ് അച്ഛൻ നടക്കുവാണോ? ഇതാണ് നടപ്പ്. ഓട്ടത്തിന്റെ ഷേപ്പ് വേറെയാ, എന്നാലും ചോദിക്കും അച്ഛൻ നടക്കുവാണോ? പള്ളിയുടെ വാതിൽ തുറന്ന് പള്ളിയിൽ കയറുമ്പോൾ ഒരു ചേട്ടൻ, അച്ഛൻ പള്ളിയിൽ പോവാണോ? പിന്നെ പുല്ല് പറിക്കാൻ പോവാണോ? പള്ളിയുടെ വാതിലും തുറന്നിട്ട് സ്ഥാനത്തും അസ്ഥാനത്തും ചോദ്യം ചോദിക്കും. ചിലപ്പം പ്രതീക്ഷിക്കുന്ന ഉത്തരം എന്താണെന്നും നമുക്കറിയത്തില്ല. ഒരു കൊച്ചുകുട്ടി 2 മാസം മുമ്പ് എന്നോട് ചോദിച്ചു, ജോസഫ് അച്ഛ, ഏപ്രിൽ 1-ാം തീയതി എല്ലാവർക്കും ഭയങ്കര ചൂട്, അതിൻ്റെ കാരണം എന്താ? ഞാൻ പറഞ്ഞു, ആഗോള താപദിനം അല്ല. ഭൂമി സൂര്യനോട് അടുത്തു വരുന്നു അല്ല. ഞാൻ പറഞ്ഞു, ഏപ്രിൽ പൂൾ ആയതുകൊണ്ടാണ്. അവൻ പറഞ്ഞു, അല്ല. പിന്നെ എന്താ? എൻ്റെ അച്ഛോ, മനുഷ്യരെല്ലാവരും മാർച്ച് കഴിഞ്ഞ് വരികയാണ്. അതിൻ്റെ ആവിയാണ് ഏപ്രിൽ 1-ാം തീയതി. ഒരു കൊച്ചുകുട്ടി കുട്ടിക്കൂറാട് പൗഡർ ടിന്ന് കയ്യിലെടുത്ത് പിടിച്ചിട്ട് എന്തോ ഒറ്റയ്ക്ക് ചോദിക്കുന്നു. അമ്മ ചോദിച്ചു, എന്താടാ ഒറ്റയ്ക്കിരുന്ന് വർത്തമാനം പറയുന്നത്? അവൻ പറഞ്ഞു, കുട്ടിക്കൂറാട് ടിന്നിനോട് ഞാൻ ചോദ്യം ചോദിക്കുക. എന്താടാ ചോദിക്കുന്നു? ഞാൻ ചോദിക്കുകയായിരുന്നു, കുട്ടിക്കൂറ കുട്ടിക്കൂറ, ഈ അപ്പം കൂറായും അമ്മക്കൂറായും ഇല്ലാതെ കുട്ടിക്കൂറ എങ്ങനെ ഉണ്ടായി? ന്യായമായ ചോദ്യം. ഇങ്ങനെ 100 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ഉച്ചകഞ്ഞി സമയത്ത് ഒരു പ്രത്യേക ചോദ്യം, ക്രിസ്തു നിനക്കാരാ? ക്രിസ്തു എനിക്കാരാ? ഒരു ചോദ്യം. നമുക്കൊക്കെ ഉത്തരം വേണം. കുടുംബ വിശദീകരണ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ കുടുംബത്തിൽ കർത്താവാര്? എൻ്റെ ജീവിതത്തിൽ കർത്താവാര്? എൻ്റെ ദാമ്പത്യ ബന്ധത്തിൽ ക്രിസ്തുവിനുള്ള സ്ഥാനമെന്ത്? ഒരു ചോദ്യം. ഓരോരുത്തർ ക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് ഓരോ കാലങ്ങളിൽ ഓരോരോ ഉത്തരം കൊടുത്തു. പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവാണ്. പൗലോസ് പറഞ്ഞു, ഞാനല്ല, നീയാണ് ജീവിക്കുക. തോമാശ്ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. കള്ളുകുടിയന്മാരുടെ ധ്യാനം 200 കുടിയന്മാരെ ധ്യാനിക്കുന്നു. ധ്യാനത്തിൻ്റെ 3-ാം ദിവസം
ധ്യാനിപ്പിച്ച അച്ഛൻ പറഞ്ഞു, കെട്ടുപൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ, എല്ലാവരും ക്രിസ്തു ആരെന്ന് ഉറക്കപ്പറ. ഓരോരുത്തരും പറഞ്ഞു, യേശുവേ നീ എൻ്റെ ദൈവമാണ്, യേശുവേ നീ എൻ്റെ നാഥനാണ്, യേശുവേ നീ എൻ്റെ കർത്താവാണ്. പക്ഷേ 2 കുടിയന്മാര് ഒന്നും മിണ്ടാതെ ഇരുന്നു. അച്ഛൻ ഒരു കുടിയന്റെ ചെവിയെ പിടിച്ചിട്ട് പറഞ്ഞു, എന്തേലും പറ, കെട്ടുപൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ. അവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, യേശുവേ നീ എൻ്റെ ലഹരിയാവുന്നു. ഒരു ലഹരി പോയപ്പം അടുത്ത ലഹരി, യേശുവേ നീ എൻ്റെ ലഹരിയാവുന്നു. ഒരു കുടിയൻ ഒന്നും മിണ്ടാതിരിക്കുന്നു. അച്ഛൻ അവൻ്റെ എളിക്കിട്ട് കുത്തിയിട്ട് പറഞ്ഞു, കെട്ടുപൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ, എന്തേലും പറ. അവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, യേശുവേ നീ എൻ്റെ അളിയനാവുന്നു, യേശുവേ നീ എൻ്റെ അളിയനാവുന്നു. എല്ലാവർക്കും തോന്നി അവൻ അച്ഛനെ കളിയാക്കുക. പക്ഷെ അവനായിരുന്നു ഏറ്റവും സത്യസന്ധനായ കുടിയൻ. അവൻ്റെ ഇടയ പെങ്ങള് മഠത്തിലെ കന്യാസ്ത്രീയായിരുന്നു. അവൻ പറഞ്ഞു, യേശുവേ നീ എൻ്റെ അളിയനാകുന്നു. യേശു ആരെന്ന് ഇന്ന് നമ്മളും ഒന്ന് ചോദിക്കുന്നു. ക്രിസ്തു എനിക്ക് ആര്? ഏറ്റവും മനോഹരമായ ഉത്തരം നമുക്ക് തരുന്നത് സുവിശേഷകനായ യോഹന്നാനാണ്. കുടുംബ വിശദീകരണ കൺവെൻഷന്റെ സമാപന മണിക്കൂറിലേക്ക് കടന്നു വരുമ്പോൾ വ്യക്തിപരമായ ഉത്തരവുമായിട്ട് വേണം 2019 കുടുംബങ്ങളിലേക്ക് മടങ്ങുവാൻ. ക്രിസ്തു ആര്? സുവിശേഷകനായ യോഹന്നാൻ പറയുന്നു, മനുഷ്യന്റെ ജീവിതത്തിൽ 7 അധികാരങ്ങൾ ഉള്ളവനാണ് ക്രിസ്തു. നിന്റെ കുടുംബത്തിന്റെ മേൽ, എൻ്റെ വ്യക്തി ജീവിതത്തിന്റെ മേൽ 7 അധികാരങ്ങൾ ഉള്ളവനാണ് യേശു. 7 എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പരിമിതിയല്ല, പൂർണ്ണതയാണ്. വേദപുസ്തകത്തിൽ 7 എന്ന സംഖ്യയ്ക്ക് വലിയ വില. ഏഷ്യ മൈനറിലെ 7 സഭകൾക്കായി വെളിപാട് പുസ്തകം എഴുതപ്പെട്ടു. സഭയിൽ 7 കൂദാശകൾ, മഴവില്ലിന് 7 വർണ്ണങ്ങൾ, 7 പൂർണ്ണത, 6 അപൂർണത. വെളിപാട് പുസ്തകത്തിൽ വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്ന നെറ്റിയിൽ ജീവിയുടെ നെറ്റിയിലെ അക്കം 666. 6 അപൂർണത. അപൂർണതയുടെ പൂർണ്ണത 666. 7 പൂർണ്ണത. യേശുവിന് എൻ്റെ ജീവിതത്തിൽ 7 അധികാരങ്ങളുണ്ട്. 1, ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളവൻ യേശു. യേശുവിന്റെ 1ാമത്തെ അധികാരം ഗുണമേന്മ. ഹിസ് പവർ ഓവർ ക്വാളിറ്റി. ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാൻ 2:1 മുതൽ 11 വരെ വാക്യങ്ങൾ. കാനായിൽ പച്ചവെള്ളം. അവൻ തൊട്ടപ്പോൾ ക്വാളിറ്റി മാറി, വീര്യമുള്ള വീഞ്ഞായിട്ട് മാറി. ക്രിസ്തു വരുമ്പോൾ നിരാശ ബാധിച്ച മനസ്സിന് പ്രതീക്ഷ, രോഗം വന്ന ശരീരത്തിന് സൗഖ്യം, മുരണ്ടുപോയ ജീവിതങ്ങൾക്ക് പുതുജീവൻ. അവൻ ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളവൻ യേശു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് കർത്താവ് പഠിപ്പിക്കുന്നു. ഇവിടെ 3 ആത്മീയ ചിന്തകൾ സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ധ്യാനിക്കുമ്പോൾ സഭാപിതാക്കന്മാരുടെ ആത്മീയ ചിന്തകൾ ചേർത്ത് വെക്കണം. ഗുണമേന്മയുടെ മേൽ അധികാരം എന്ന് പറയുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ പരിഹാരം തേടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടരുത്. പരിഹാരം തരുന്നവൻ പന്തലിന്റെ അകത്തുണ്ട്. കാനായിലെ വീട്ടിൽ പ്രശ്നമുണ്ടായപ്പോൾ പരിഹാരം വന്നത് അട്ടപ്പാടിയിൽ നിന്നല്ല, പോട്ടയിൽ നിന്നല്ല, അണക്കരയിൽ നിന്നല്ല, ആ പന്തലിന്റെ അകത്താണ്. നിങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ എൻ്റെ ബദറന്മാരെ പ്രാർത്ഥിക്കണം, എൻ്റെ അച്ഛന്മാരെ പ്രാർത്ഥിക്കണം, ഫോണും വിളിച്ച് പ്രാന്തം പിടിച്ച് ഓടി നടക്കരുത്. പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ പെരക്കകത്തെ ബൈബിൾ എടുത്ത് ചുമ്മാ വായിക്കണം. നിങ്ങളുടെ മുഷിഞ്ഞ കൊന്തയെടുത്ത് വെറുതെ ഒന്ന് കൊന്തമണി ഉരുട്ടണം. ഇരിക്കുന്നിടത്ത് മുട്ടുകുത്തി കൈവിരിച്ചൊന്ന് പ്രാർത്ഥിക്കണം. കുടുംബത്തിൽ പ്രശ്നം വരുമ്പോൾ പരിഹാരം ധ്യാനമന്ദിരങ്ങളിൽ നിന്നല്ല, ധ്യാന ഗുരുക്കന്മാരിൽ നിന്നല്ല, കൗൺസിലിംഗ് തരുന്ന പ്രദേശത്തിൽ നിന്നല്ല. പ്രശ്നം വരുമ്പോൾ പരിഹാരം തരുന്നവൻ നിങ്ങളുടെ പെരയ്ക്കകത്തുണ്ട്. ഈ സക്രാരിയിലുണ്ട്, ഇടവകയിലെ നിങ്ങളുടെ ദേവാലയത്തിന്റെ വിശുദ്ധ അൾത്താരയിലുണ്ട്. ഇതാണ് ക്രിസ്തു തരുന്ന 1ാമത്തെ ബോധ്യം. പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹാരം തരുന്നവൻ പന്തലിന്റെ പുറത്തല്ല, പന്തലിന്റെ അകത്ത്. ഇവിടെ അച്ഛൻ നീട്ടി വിളിച്ചില്ലേ, എൻ്റെ യേശുവേ. ആ ഒറ്റ പ്രാർത്ഥന
ഇവിടെ വിളിക്കുമ്പോഴും പെരകത്തിൽ നീറി വിളിക്കുമ്പോഴും മുട്ടുകുത്തി വിളിക്കുമ്പോഴും കരഞ്ഞു വിളിക്കുമ്പോഴും അവിടെ പരിഹാരം വന്നു. പരിഹാരം തരുന്നവൻ പന്തലിന്റെ പുറത്തല്ല, പന്തലിന്റെ അകത്താണ്. ബി, രണ്ടാമത്തെ ചിന്ത, ജീവിതത്തിൽ തകർച്ചകൾ വരുമ്പോൾ തളരാതെ പിടിച്ചു നിൽക്കണോ, ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് മുൻകൂട്ടി ക്ഷണിക്കണം. കർത്താവിനെ മുൻകൂട്ടി ക്ഷണിച്ചവർക്ക് എന്ത് തകർച്ച വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റും. എല്ലാ കരുതലുമുള്ള കല്യാണ വീട്ടിൽ കണക്ക് തെറ്റിയപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയത് കർത്താവിനെ മുൻകൂട്ടി ക്ഷണിച്ചതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ കർത്താവുണ്ടോ? എന്ത് കണക്ക് തെറ്റിയാലും പിടിച്ചു നിൽക്കും. മോൻ പഴിച്ചു പോയാലും, മോൾ തോന്നിയ വഴിയെ പോയാലും, ഭർത്താവ് വേദനിപ്പിച്ചാലും, ഭാര്യ ധിക്കരിച്ചാലും, ജോലി നഷ്ടപ്പെട്ടാലും, സമ്പത്ത് തീർന്നു പോയാലും, ദേഹത്ത് രോഗം വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റണോ? ക്രിസ്തുവിനെ ജീവിതത്തിൽ മുൻകൂട്ടി ക്ഷണിക്കുക. കർത്താവ് ജീവിതത്തിലുണ്ടോ? പിടിച്ചു നിൽക്കും, സഹിച്ചു നിൽക്കും. മൂന്നാമത്തെ ചിന്ത, സി, ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞാക്കി മാറ്റണോ? കർത്താവ് വേണം. ഇതാണ് മറ്റൊരു വ്യത്യാസം. കാനായിലെ കല്യാണ വീട്ടിൽ ഒഴിച്ചു കളയുന്ന വെള്ളം ഒത്തിരിയുണ്ട്. കർത്താവ് വന്നപ്പോൾ അത് കുടിച്ചു തീർക്കുന്ന വീഞ്ഞായി മാറി. ഇന്നുകൊണ്ട് ഒഴിച്ചു കളയുന്ന വെള്ളങ്ങൾ. ഒരു ഹൗസ് വാമിങ്ങിന് വിസ്കിയും ബ്രാൻഡിയും ബീറും കൊടുത്ത് കൂട്ടുകാരെ സൽക്കരിക്കുമ്പോൾ അത് ഒഴിച്ചു കളയുന്ന വെള്ളമാണ്. ഒരു പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി സ്വർണം കൊണ്ട് ഉരുപ്പടി കൂമ്പാരം പോലെ കൂടി ഇഷ്ടംപോലെ പണവും കൊടുക്കുമ്പോൾ അത് ഒഴിച്ചു കളയുന്ന വെള്ളമാണ്. 4 പേർക്ക് താമസിക്കാൻ വേണ്ടി മുഴുത്ത കെട്ടിടം പണിയുമ്പോൾ അത് ഒഴിച്ചു കളയുന്ന വെള്ളമാണ്. ഇഷ്ടം പോലെ സാരി മേടിച്ചു കൂട്ടുക, ചെരുപ്പ് മേടിച്ചു കൂട്ടുക, അലങ്കാര വസ്തുക്കൾ മേടിച്ചു കൂട്ടുക, ആവശ്യമില്ലാത്ത ദൂർത്ത് അത് ഒഴിച്ചു കളയുന്ന വെള്ളമാണ്. കർത്താവ് വരുമ്പോൾ ഈ ദൂർത്ത് മാറിയത് അത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ഒരു വർഷത്തെ നേഴ്സിംഗ് ഫീസായിട്ട് ഞാൻ കൊടുക്കും. ഒരു പാവപ്പെട്ട വീടിന് പെയിന്റ് അടിക്കാൻ വേണ്ടി ഞാനിത് കൊടുക്കും. എൻ്റെ മോടെ കല്യാണം നടക്കുമ്പോൾ ഒരു പാവപ്പെട്ട പെണ്ണിൻ്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ കൊടുക്കും. ഞാനൊരു പുതിയ വര പണിയുമ്പോൾ പാവപ്പെട്ടവൻ്റെ കൊച്ചു വീട് നന്നാക്കാൻ ഞാനിത് കൊടുക്കും. എൻ്റെ കുഞ്ഞിന് നല്ല പഠിത്തവും മാർക്കും കിട്ടുമ്പോൾ ഒരു പാവപ്പെട്ട കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ സഹായിക്കും. ഇതാണ് ക്രൈസ്തവ ദർശനം. ക്രിസ്തീയ മാനസാന്തരം ഇതാണ്. ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞായി മാറുന്നു. ചില മനുഷ്യരും മറ്റും പണിയുന്ന പെര കണ്ടാൽ തന്നെ ദൈവമേ എന്തു മുഴുത്ത പെരയാ, ഒഴിച്ചു കളയുന്ന വെള്ളം. അന്തേവാസി, കയറെ തൂങ്ങുന്ന അപ്പൻ, നത്തുപോലെ കുത്തിയിരിക്കുന്ന അമ്മ, കുരയ്ക്കുന്ന ഒരു പട്ടി, പിന്നെ ഓന്ത്, അരണ, പല്ലി, പാറ്റ, ഇത്രയേ ഉള്ളൂ. അതിനുവേണ്ടിയാണോ മുഴുത്ത കെട്ടിടം? ഞാൻ കുറെ നാൾ മുമ്പ് തൃശ്ശൂര് പടിഞ്ഞാറേക്കോട്ടയിൽ എൻ്റെ അമേരിക്കൻ സുഹൃത്തിന് വീട് വെഞ്ചരിക്കാൻ കൂടി. വെഞ്ചരിച്ച് വെള്ളം തടിച്ചു തെളിച്ച് എൻ്റെ വലതുകയുടെ ഓരം പറഞ്ഞു പോയി. പുകപ്പര, മറപ്പര, കുളിപ്പര, ഷീറ്റ് വര, എന്തു മുറികളാ. വെഞ്ചരിക്കാൻ കയറിയത് പടിഞ്ഞാറേക്കോട്ട, ഇറങ്ങിയപ്പം ഒളനിയായി. അത്രയും മുഴുത്ത കെട്ടിടങ്ങൾ, എന്തു നീളവാ വീടുകൾക്ക്. ഒഴിച്ചു കളയുന്ന വെള്ളം. ഇപ്പം ക്രിസ്തു വരുമ്പോൾ ക്വാളിറ്റി മാറുന്നു, മനോഭാവം മാറുന്നു, വിലയിരുത്തലുകൾ മാറുന്നു. ജീവിതത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ കടന്നു വരുന്നു. അവൻ വരുമ്പോൾ ഗുണമേന്മ മാറുന്നു. 2, ദൂരത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഹിസ് പവർ ഓവർ ഡിസ്റ്റൻസ്. ദൂരത്തിന്റെ മേൽ അധികാരമുള്ളവൻ. യോഹന്നാൻ 4 അവിടെ നമ്മൾ കാണുന്നു യേശുവിന്റെ വലിയ ഒരു ശക്തി. 4-ാം അധ്യായത്തിൽ 46 മുതൽ വാക്യങ്ങൾ. ശതാധിപൻ വഴിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ വീട്ടിൽ കിടന്ന പുത്രൻ സുഖപ്പെട്ടു. ശതാധിപൻ വഴിയിൽ പ്രാർത്ഥിച്ചപ്പോൾ വീട്ടിൽ കിടന്ന പുത്രൻ സുഖപ്പെട്ടു. ബാംഗ്ലൂരിലിരുന്ന് ഒരമ്മ പ്രാർത്ഥിക്കുമ്പോൾ തൃശ്ശൂരിൽ നിങ്ങളുടെ മക്കളിൽ അത്ഭുതം. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഗൾഫിൽ ഭർത്താവിൽ അത്ഭുതം, ഭാര്യയിൽ അത്ഭുതം. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൂരങ്ങളിൽ അത്ഭുതം. ശതാധിപൻ വഴിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ വീട്ടിൽ കിടന്ന പുത്രൻ സുഖപ്പെട്ടു. ഇന്നും പോട്ടയിൽ ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ പേട്ടയിൽ രോഗശാന്തി. ദൂരത്തിന്റെ മേലുള്ള കർത്താവിന്റെ അധികാരം. ജർമ്മനിയിൽ മ്യൂണിക് എന്നൊരു സ്ഥലം. മ്യൂണിക്കിൽ നിന്നും
100 മൈൽ ദൂരെ വേളാങ്കണ്ണി പോലെ മാതാവിൻ്റെ തീർത്ഥാടക കേന്ദ്രം അൾട്ടോ വെയിറ്റിംഗ്. എൻ്റെ കൂടെയുള്ള 3 അച്ഛന്മാരാണ് അവിടെ ജോലി ചെയ്യുക. ആ പള്ളിയിൽ സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജന്മദിനത്തിൽ ലക്ഷങ്ങളോളം ആൾക്കാർ വന്ന് ഒരുമിച്ച് കൂടും. അവിടുത്തെ അൾത്താരയുടെ ഭിത്തിയിൽ കാണാം ചെറിയ ചെറിയ സുഷിരങ്ങൾ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജർമ്മനിയിലെ രാജാക്കന്മാർ മരിക്കുന്നതിന് മുമ്പ് എഴുതി വെക്കും, എൻ്റെ ഹൃദയം മേരിക്ക് വേണ്ടി, എൻ്റെ ഹൃദയം മാതാവിന് വേണ്ടി. 18 രാജാക്കന്മാരുടെ ഹൃദയം തുരന്നെടുത്ത് മൺഭരണിയിലാക്കി ആ അൾത്താരയുടെ ഭിത്തിയിൽ പതിപ്പിച്ചു വച്ചിരിക്കുക. 18 രാജാക്കന്മാരുടെ ഹൃദയം. ആ സ്ഥലം വലിയൊരു തീർത്ഥാടക കേന്ദ്രം. 125 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു വലിയ ബസിലിക്ക പണിയാൻ മെത്രാൻ തീരുമാനിച്ചു. കപ്പുച്ചിൻ അച്ഛന്മാരുടെ ആശ്രമം അവിടെയുണ്ട്. ആശ്രമ സുപ്പീരിയറായ ജോസഫ് ബെറ്റ്സ് എന്ന അച്ഛനോട് പറഞ്ഞു, പൈസ പിരിച്ച് വലിയ കത്തീഡ്രൽ ദേവാലയം പണിയണം, മരിയൻ ഷൈനായിട്ട്. ഒന്നാം തരം പള്ളി പണിതു. പകുതി പണി കഴിഞ്ഞപ്പോൾ പൈസ തീർന്നുപോയി. ഓർത്തതിനേക്കാൾ കൂടിയ വലിയ ചെലവുമായി. പൈസ തീർന്നുപോയി. പലരോട് കടം ചോദിച്ചു. ആൾക്കാർ കുറച്ചൊക്കെ പൈസ കൊടുത്തു, ഒന്നും ആകുന്നില്ല. ഒരു ചേട്ടൻ പറഞ്ഞു, എന്തിനാ പലരോട് പൈസ ചോദിക്കുന്നത്? അച്ഛൻ ആവശ്യപ്പെടുന്ന പണം, കത്തീഡ്രൽ പണിയാനുള്ള പണം ഉണ്ടാക്കി തരുന്ന ഒരു വിശുദ്ധൻ നിങ്ങളുടെ സിമിത്തേരി കിടപ്പുണ്ടല്ലോ, അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചാൽ പോരെ. കപ്പുച്ചിനാശ്രമത്തിലെ ഒരു തുണ സഹോദരനായിരുന്നു കൊൺറാഡ് എന്ന് പറയുന്ന ഒരു കപ്പുച്ചിൻ സന്യാസി. അദ്ദേഹം പുറത്തുപോയി ആൾക്കാരിൽ നിന്ന് പൈസ ശേഖരിച്ചു കൊണ്ടുവന്ന് ആശ്രമത്തിൽ കൊടുക്കും. കാരണം ഞങ്ങൾ ഭിക്ഷാടക സഭ എന്നാണ് കപ്പുച്ചിൻകാർ അറിയപ്പെടുക. കേരളത്തിൽ പരിചയമുള്ളവർക്കറിയാം. ഞങ്ങൾ എല്ലായിടത്തും ചെന്ന് ആൾക്കാരിൽ നിന്ന് പിരിക്കും. ആ പിരിവാണ് സഭയുടെ ആസ്തി. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പോക്കറ്റുള്ള സഭക്കാർ ഞങ്ങളാണ്. വലതുവശത്ത് പോക്കറ്റ്, ഇടതുവശത്ത് പോക്കറ്റ്, വയറേ പോക്കറ്റ്, ഇതിനകത്ത് 3 പോക്കറ്റ്, പുറകിൽ എയർബാഗ് പോലെ വിശാലമായ മുഴുത്ത പോക്കറ്റ്. ആരെവിടുന്ന് എന്നാ തന്നാലും മേടിച്ചോണമെന്ന സഭയുടെ നിയമം. ഒരു ബൈബിൾ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പോക്കറ്റടിക്കാരൻ സാക്ഷ്യം പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ പലരുടെയും പോക്കറ്റ് അടിച്ചിട്ടുണ്ട്, മെത്രാന്മാരുടെ പോക്കറ്റ് വരെ ചെത്തിപ്പറിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ തൊടാത്തത് കപ്പൂച്ചിൻ അച്ഛന്മാരെയാണ്. പേടിച്ചിട്ടല്ല, അവരുടെ കാശ് എവിടാ വെച്ചിരിക്കുന്നതെന്ന് ഒടേ തമ്പുരാൻ പോലും അറിയത്തില്ല, ഇവിടെ തൊടാനായിട്ട് പോയിട്ടില്ല. അപ്പം ഈ കപ്പുച്ചിൻ സന്യാസി കൊൺറാഡ് ആൾക്കാരിൽ നിന്നും പൈസ പിരിക്കും, അത് ആശ്രമത്തിൽ കൊണ്ടുവരും. ബ്രെഡും വൈനും പിരിച്ച് ആശ്രമത്തിൽ കൊണ്ടുവരും. വരുന്ന ആൾക്കാർക്ക് ബ്രെഡ് കൊടുക്കും, വൈൻ കൊടുക്കും, കൊന്ത, ബന്തിരിങ്ങം, വെള്ളം, എണ്ണ ആശീർവദിച്ച് കൊടുക്കും. എല്ലാവരും വിശുദ്ധനായി കരുതി. ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ആശ്രമത്തിൻ്റെ സിമിത്തേരിയിൽ എല്ലാവരുടെയും കൂട്ടത്തിൽ ഒരു കല്ലറയിൽ ഇദ്ദേഹത്തെ മടക്കി. ഈ മനുഷ്യൻ പറഞ്ഞു, അദ്ദേഹം വിശുദ്ധനാ, അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചാൽ പള്ളിപ്പണിക്കുള്ള കാശ് കിട്ടും. ഈ അച്ഛൻ ചിരിച്ചു. ആശ്രമത്തിൽ വന്ന് കൂടെയുള്ള അച്ഛന്മാരോട് പറഞ്ഞു, ഒരു ചേട്ടൻ പറയുക, കൊൺറാഡിൻ്റെ കുഴിമാടത്തിൽ പ്രാർത്ഥിച്ചാൽ പള്ളി പണിയാൻ കാശ് കിട്ടുമെന്ന്. എല്ലാവരും കുലുങ്ങി ചിരിച്ചു. രാത്രി 11:30 ആയപ്പോൾ ഈ അച്ഛന് ഉറക്കം വരുന്നില്ല. ആൾക്കാർക്ക് ചിരിച്ചാൽ മതി, കാശ് അച്ഛൻ കണ്ടുപിടിക്കണ്ടേ. രാത്രി 11:30 ഒരു ചിമ്മിനി വിളക്കുമായിട്ട് അച്ഛൻ ഇറങ്ങി. കൊൺറാഡിൻ്റെ കല്ലറയിൽ ചെന്ന് 1 മണിക്കൂർ മുട്ടിൽ നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, കൊൺറാഡേ, നീ വിശുദ്ധെന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയുള്ളവനാണെങ്കിൽ ഈ പള്ളിപ്പണിക്കുള്ള കാശ് നീ തന്നെ ഒപ്പിച്ചു തരണം. അങ്ങനെ കാശ് കിട്ടിയാൽ നിന്നെ വിശുദ്ധെന്ന് പേര് വിളിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് ഞാനും തിരിച്ചു ചെയ്യാം. അച്ഛൻ തിരിച്ചു പോന്നു, കിടന്നുറങ്ങി. രാവിലെ കുർബാന കഴിഞ്ഞു. കാപ്പ് കുടിക്കുമ്പോൾ 8 മണിക്ക് കോളിംഗ് ബെൽ അടിക്കുന്നു. മണി നോക്കുന്ന ആൾ വന്ന് പറഞ്ഞു, സുപ്പീരിയസിനെ കാണാൻ വേണ്ടി ഒരാൾ വന്നിരിക്കുന്നു. അച്ഛൻ ചെല്ലുമ്പോൾ 100 മൈൽ ദൂരെയുള്ള മ്യൂണിക്കിലെ ഒരു പ്രഭുകുമാരനാ വന്നിരിക്കുന്നു, കയ്യിൽ ഒരു വലിയ സഞ്ചിയുമായി. അവൻ പറഞ്ഞു, എൻ്റെ അപ്പൻ 30 വർഷം മുമ്പ് മരിച്ചപ്പോൾ ലോകത്തെ ഏറ്റവും വില പിടിച്ച 2000 സ്വർണ്ണ നാണയങ്ങൾ എന്നെ ഏൽപ്പിച്ചിരുന്നു. എൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു, എവിടെയെങ്കിലും ഒരു കത്തോലിക്ക ദേവാലയം
പണിയാൻ. പൈസ തികഞ്ഞില്ലെങ്കിൽ ഈ നാണയത്തുട്ടുകൾ അവിടെ എത്തിക്കണം. ഇന്നലെ രാത്രി 12 മണിക്ക് ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഒരു കപ്പുച്ചൻ സന്യാസി താടിമീശ വെച്ച് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അൾട്ടിമീറ്റിംഗിൽ ഒരു ദേവാലയം പണിയുന്നുണ്ട്, നിന്റെ സ്വർണ്ണ നാണയം അവിടെ എത്തിക്കുക. സ്വപ്നത്തിൽ കണ്ട പ്രകാരം ഞാൻ രാവിലെ പോകുന്നത്. രാത്രി 12 മണിക്ക് 100 മൈൽ ദൂരെയുള്ള അൾട്ടിമീറ്റിംഗിൽ ഈ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് 100 മൈൽ ദൂരെ മ്യൂണിക്കിലെ പ്രഭുവിന്റെ വീട്ടിൽ ഒരു സ്വപ്നം. ഇതാണ് ദൂരത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. നമ്മുടെ കുടുംബത്തിൽ എന്തു പ്രശ്നം വന്നാലും ചുമ്മാ പ്രാർത്ഥിച്ചോണം. ജീവിതത്തിൽ പ്രശ്നം വന്നോ വെറുതെ പ്രാർത്ഥിച്ചോണം. ദൂരത്തിന്റെ മേൽ അധികാരമുള്ള കർത്താവ് നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ, നമ്മുടെ സഭയിൽ, പ്രിയപ്പെട്ടതൊക്കെ സംഭവിക്കും അത്ഭുതം. ഇന്ന് അച്ഛന്മാരെ കുറിച്ചുമൊക്കെ ഒരുപാട് അപവാദങ്ങൾ സഭയിൽ ഒറ്റയും പെട്ടയുമായി പലയിടത്തും ഉയരുമ്പോൾ പരിശുദ്ധ കത്തോലിക്കാ സഭ ഒരു പോറൽ പോലും ഏൽക്കാതെ 12 മുക്കുപേരിൽ ആരംഭിച്ച് 130 കോടിയായി പരിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കീഴിൽ ജീവിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, ഓരോ കുർബാനയുടെ അവസാനം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നിത്യപുരോഹിതനായ മിശിഹായെ, അങ്ങേ ദാസരായ വൈദികരെ സകലവിധ വിപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ. അതങ്ങെത്തും. ദൂരത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. 1 ഗുണമേന്മയുടെ മേൽ, 2 ദൂരത്തിന്റെ മേൽ, 3 സമയത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഹിസ് പവർ ഓവർ ടൈം, സമയത്തിന്റെ മേൽ. യോഹന്നാൻ 5-ാം അധ്യായം 1 മുതൽ 18 വരെ വാക്യങ്ങൾ. ബെസേദാക്കുളത്തിന്റെ തീരത്ത് 38 വർഷമായി ഒരു മനുഷ്യൻ തളർന്നു കിടക്കുന്നു. അവിടെ വെള്ളത്തിലെ ഉറവ ഇളകുമ്പോൾ ആരെല്ലാം കുളിച്ചവർക്ക് സൗഖ്യം. ചില സമയത്ത് ഉറവ പ്രത്യേകം ഇളകും. അതിന് വിളിച്ച വാക്ക് മാലാഹ ഉറവ ഇളക്കി എന്നാണ്. ഈ തളർവാദ രോഗിയെ കൊണ്ടുപോയി കുളിപ്പിക്കാൻ ആരുമില്ല. നിസ്സഹായനായിട്ട് അവന് കിടക്കുമ്പോൾ ക്രിസ്തു വരുന്നു, അവനെ സൗഖ്യപ്പെടുത്തുന്നു. തമ്പുരാൻ പറയുന്നു, മനുഷ്യൻ ആഗ്രഹിക്കുന്ന സമയത്തല്ല ദൈവം പ്രവർത്തിക്കുക. നമ്മൾ പറയും സമയം കഷ്ടകാലം, എന്തൊരു ഗതികേട്. കൈനോട്ടക്കാരൻ കയ്യെ പിടിച്ച് നോക്കിയിട്ട് പറയും രാഹുകാലം, എല്ലാം കഷ്ടം. തമ്പുരാൻ അങ്ങനെ ഒരു കാലമില്ല. ദൈവത്തിൽ പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. നമ്മൾ കൺവെൻഷൻ കൂടുന്നതും ധ്യാനം കൂടുന്നതും ഒരു ശക്തി കിട്ടാൻ വേണ്ടിയാ. ആ ശക്തി എന്താ? ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാനുള്ള വിൽ പവർ കിട്ടണം. അതിനാണ് ധ്യാനം. നമ്മൾ അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടാ? ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ രോഗം ഒന്ന് മാറിക്കിട്ടണം. ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ പെണ്ണിൻ്റെ കല്യാണം നടക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ കെട്ടി വന്ന മോള് ഗർഭിണിയാവണം. ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഫോൺ വരണം. നമ്മൾ ആഗ്രഹിക്കുന്ന സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയമായോന്ന് കാത്തിരിക്കണം. ആലോചന പലതും നടന്ന് കല്യാണം നടന്നില്ലേ? ദൈവത്തിൻ്റെ സമയമായിട്ടില്ല. ഇഷ്ടം പോലെ പണം കൈവച്ചു, പെരപണിയാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ സമയം ആയിട്ടില്ല. ഈ ബോധ്യം, ഈ ഉറപ്പാണ് ക്രിസ്തു നമുക്ക് തരിക. നിർഭാഗ്യമെന്ന ഒരു സമയമില്ല. തമ്പുരാന്റെ സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. സമയത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. 20-ാം വയസ്സിൽ നേതാവാകാൻ മോശെ ആഗ്രഹിച്ചു. സമയമായത് 80-ാം വയസ്സിൽ. 30-ാം വയസ്സിൽ അപ്പനാകാൻ സക്കറിയ ആഗ്രഹിച്ചു. സമയമായത് സപ്തതി കഴിഞ്ഞപ്പോൾ. യേശു 30 വർഷം കാത്തിരുന്നിട്ടാ അവന്റെ സമയമായത്. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. സമയത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. 1 ഗുണമേന്മയുടെ മേൽ, 2 ദൂരത്തിന്റെ മേൽ, 3 സമയത്തിന്റെ മേൽ, 4 എണ്ണത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. പരിമിതി, എണ്ണം. ഹിസ് പവർ ഓവർ നമ്പർ ഓർ ലിമിറ്റേഷൻ. ഒരു ജനക്കൂട്ടം പരിസരം പറഞ്ഞിരിക്കുക. അവർക്ക് വിശക്കുന്നു എന്ന കാര്യം കർത്താവിന് പിടികിട്ടി. അവർ പറയുന്നതും യേശു ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്നാ ഉണ്ട്? അന്ത്രയോസ് പറഞ്ഞു, ഒരു ബാലൻ, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മത്തിവറുത്തതും ഉണ്ട്, ആകപ്പാടെ കൊണ്ടുവരാൻ പറഞ്ഞു. യേശു അത് വീതം വെച്ച് കൊടുത്തു.
സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000 പുരുഷന്മാര് ഭക്ഷിച്ചു എന്നാണ് പറയുക. ഓർത്താ മതി, 5000 പുരുഷന്മാരുണ്ടെങ്കിൽ ഉറപ്പാ 10000 പെണ്ണുങ്ങളും 15000 പിള്ളേരും അപ്പം തിന്നാനുണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് 12 കൊട്ട ബാക്കി വന്നു. കൃത്യം 12. കാരണം 12 ശിഷ്യന്മാരാ അപ്പം വീതം വെച്ചത്. വീതം വെച്ചപ്പോഴൊക്കെ ഇവര് പിശുക്കും പഞ്ഞത്തരവും പറഞ്ഞുകൊണ്ടിരുന്നു. യേശുവിൻ്റെ ബാസ്ക്കറ്റിൽ നിന്ന് ഓരോ അപ്പം എടുത്ത് ജനത്തിൻ്റെ ഇലയിൽ വിളമ്പുമ്പോൾ അവർ കർത്താവിനെ നോക്കി പറഞ്ഞു, തമ്പുരാനെ തികയുവോ ആവോ, തികയുവോ ആവോ. അങ്ങനെ പറഞ്ഞ ഓരോരുത്തരുടെയും തലയിൽ ഓരോ കൊട്ട വീതം കൊടുത്തിട്ട് പറഞ്ഞു, പിടിക്കടാ പിടിക്ക്, പഞ്ഞവർത്താനം പറയല്, ചുമക്കടാ ചുമക്ക്. കൃത്യം ചുമപ്പിച്ചു എന്നാ പറയുക. 5 അപ്പം 5000 പേർക്ക് പങ്കുവെച്ചു. ഒരു ടീച്ചറുണ്ടായിരുന്നു, വേദപാഠം പഠിക്കുന്ന ടീച്ചർ. അല്പം ഗമയുള്ള ആളാ. പഠിപ്പിക്കുമ്പോഴാണെങ്കിൽ ഇടയ്ക്ക് സാരി ഇങ്ങോട്ടിടും, പിന്നെ ഇങ്ങോട്ടിടും, ചൊടി നക്കും, കഴുത്ത് നോക്കി പിടിക്കും. ഈ രീതിയിലാണ് പഠിപ്പീര്. ഭാരതീയ തിയറിയൊക്കെ പഠിപ്പിച്ചു. 40 പിള്ളേരുടെ ക്ലാസ്സിൽ അസതോമ സദ്ഗമയ ഒന്ന് നക്കിയിട്ട് സാരി ഇങ്ങോട്ടിട്ടു, മൃത്യോർമ അമൃതംഗമയ പുറകോട്ടിട്ടു, തമസോമ ജ്യോതിർഗമയ പിന്നെ ഇട്ടു. ഒരു കൊച്ചു പറഞ്ഞു, ടീച്ചറിനാണെങ്കിൽ അതിലും ഗമയ, ഭയങ്കരമായ ഗമ. ഈ ടീച്ചർ ക്ലാസ്സിൽ ഒരു മൊബൈൽ ഫോൺ കൊണ്ടുവന്നു ഞായറാഴ്ച. കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഞാൻ ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കും, കൃത്യമായ ഉത്തരം തരുന്നയാൾക്ക് ഈ ഫോൺ ഞാൻ തരും. ആ കുട്ടിക്ക് തിരിച്ച് എന്നോട് ബൈബിളിൽ നിന്ന് ചോദ്യം ചോദിക്കാം. മറുപടി പറഞ്ഞാൽ ഫോൺ എനിക്ക് തിരിച്ചു തരണം, അല്ലെ ഫോൺ ആ ആൾക്ക് കൊണ്ടുപോകാം. കാരണം എന്ത് ചോദിച്ചാലും ടീച്ചറിന് പിള്ളേരെ തോൽപ്പിക്കാമല്ലോ. ടീച്ചർ ഫോൺ പിടിച്ചിട്ട് ഗമയോടെ പറഞ്ഞു, യൂദാസിന് പകരം വന്ന ശിഷ്യന്റെ പേര് പറയാവൂ. എല്ലാവരും നോക്കിയിരുന്നു. ഒരു 10 വയസ്സുകാരൻ പറഞ്ഞു, മത്തിയാസ്. ഫോൺ ചെറുക്കനെടുത്തുകൊണ്ട് പോയി. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഇനി നീ എന്നോട് ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയാം. അവൻ ചോദിച്ചു, ടീച്ചറെ ഒരു ചോദ്യമേ ഉള്ളൂ. എന്താ? യേശു 5 അപ്പം 5000 പേർക്ക് പങ്കുവെച്ച് അവരെല്ലാം തിന്നല്ലോ, തിന്നു. ആ തിന്നോന്മാരുടെ പേര് മൊത്തം ടീച്ചറിനൊന്ന് പറയാവോ? അതോടെ ഫോൺ പോയെന്നാ പറയുക. ഫോൺ പോയി. ഈ യേശു എന്ത് ചെയ്തു? 5 അപ്പത്തിന് മേൽ യേശു 5 പ്രവൃത്തികൾ ചെയ്തു. 5 അപ്പത്തിന് മേൽ യേശു 5 പ്രവൃത്തികൾ ചെയ്തു. 1 എടുത്തു, 2 ഉയർത്തി, 3 വാഴ്ത്തി, 4 മുറിച്ചു, 5 കൊടുത്തു. 5 അപ്പത്തിൻ്റെ മേൽ 5 പ്രവൃത്തികൾ. എടുത്തു, ഉയർത്തി, വാഴ്ത്തി, മുറിച്ചു, കൊടുത്തു. ഭാര്യയ്ക്ക് തൃപ്തി കൊടുക്കുന്ന ഭർത്താവാകണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഈ 5 കാര്യം നടക്കണം. ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുന്ന ഭാര്യയാകണോ? ഈ 5 കാര്യം നടക്കണം. മക്കൾക്ക് തൃപ്തി കൊടുക്കുന്ന അപ്പനും അമ്മയാകണോ? ഈ 5 കാര്യം നടക്കണം. സഭയെ സന്തോഷിപ്പിക്കുന്ന വൈദികനാകണോ? ഈ 5 കാര്യങ്ങൾ നടക്കണം. ഇന്ന് ലോക അമ്മ ദിനമാണ്, മാതൃദിനം. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആ ആഹാരം, മാ മാതാവ്. ഇതാണ് അമ്മ. സ്വന്തം ജീവിതത്തെ ആഹാരമാക്കിയവർ അമ്മ. മദർ തെരേസ ആരെയും പ്രസവിച്ചിട്ടില്ല, സ്വന്തം ജീവിതം ആഹാരമാക്കി. അവൾ പാവങ്ങളുടെ അമ്മ. ആ എന്ന വാക്കിൽ തുടങ്ങുന്നതെല്ലാം ആഹാരമാണ്. അരി, അവൽ, അട, അത്താഴം, അമ്മിഞ്ഞ, അരകല്ല്, ആയി തുടങ്ങുന്നതെല്ലാം ഭക്ഷണമാണ്. ആ ആഹാരം മാതാവ്. ഒരു കൊച്ചു കുഞ്ഞ് ആദ്യം തിന്നുന്നതും കുടിക്കുന്നതും അമ്മയുടെ നെഞ്ചലാണ്. സ്നേഹം കൊണ്ട് നെഞ്ചിൽ പാലാടി തീർത്തവൾ അമ്മ. അപ്പോൾ അമ്മയ്ക്ക് തൃപ്തി കൊടുക്കാൻ പറ്റണോ? അമ്മയിൽ 5 കാര്യം നടക്കണം. അപ്പനിൽ 5 കാര്യം നടക്കണം. ഈ അച്ഛനിൽ 5 കാര്യം നടക്കണം. 1, കർത്താവ് എടുക്കണം. അവൻ നമ്മൾ എടുക്കുന്നത് കൊന്ത, ബൈബിൾ വായന, സന്ധ്യാപ്രാർത്ഥന. ആ സമയങ്ങളിൽ അവൻ നിങ്ങളെ, എന്നെ എടുക്കും. വിശുദ്ധ കുമ്പസാരത്തിൽ, വിശുദ്ധ കുർബാനയിൽ അവൻ എന്നെ ഉയർത്തി ആശീർവദിച്ച് മുറിക്കും. ആ ജീവിതം മറ്റുള്ളവർക്ക് കൊടുത്തു തീരും. ഭർത്താവിന് വേണ്ടി കൊടുത്തു തീർത്ത ഭാര്യ, ഭാര്യയ്ക്ക് വേണ്ടി കൊടുത്തു തീർത്ത ഭർത്താവ്, മക്കൾക്ക് വേണ്ടി കൊടുത്തു തീർത്ത മാതാപിതാക്കൾ. തൃപ്തി അവിടെയാണ്.
നടുക്കത്തെ വാക്ക ശ്രദ്ധിക്കണം. വാഴ്ത്തി. രണ്ട് രീതിയിൽ കൊടുക്കാം. വാഴ്ത്തിയും കൊടുക്കാം, വാഴ്ത്താതെയും കൊടുക്കാം. പെരയ്ക്കകത്ത് പാത്രം തേച്ച് കഴുകുന്ന അൽഫോൻസാമ്മ, എബ്രേസ്യാമ്മ, മറിയം ത്രേസ്യ, മദർ തെരേസ, ഈ സ്ത്രീകൾ പാത്രം തേച്ച് കഴുകുമ്പോൾ അവർ പ്രാർത്ഥിച്ചു, പാപികളുടെ മാനസാന്തരത്തിനും ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിനും ഈ ചെളി, ഈ പുക, ഈ കരി, ഈ കളാവ് ഇങ്ങനെ പോട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് കൊണ്ട് ചെളിയും പുകയും പിടിച്ച പാത്രം, വിമ്മും കയറും എല്ലാം തേച്ച് കഴുകാൻ. എത്ര പെണ്ണുങ്ങൾ പാത്രം കഴുകുമ്പോൾ പറയും, കെട്ടിയവൻ്റെ തലതിരിവിനും അമ്മായിയമ്മയുടെ മനംതിരിവിനും മക്കളുടെ മാനസാന്തരത്തിനും ഈ കരി, ഈ പുക ഇങ്ങനെ പോട്ടെ. നിങ്ങൾ പറയുന്ന വേറെയാ. മുടിഞ്ഞ ഇടപാട്, ഒടുക്കത്തെ പുക, അവസാന കരി ഒടുങ്ങി പോകത്തേ ഉള്ളൂ. ഇതാണ് വ്യത്യാസം. കൊടുക്കുന്നത് നമ്മൾ വാഴ്ത്തി കൊടുക്കണം. ഞാൻ ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്നു. 2 ഓവർ 12 എയർ, ഇന്ത്യക്ക് 30 റൺസും വേണം. ഇന്ത്യൻ ടീമിനേക്കാൾ മുൾമനയിലിരുന്ന് ഞാൻ ക്രിക്കറ്റ് കാണുന്നു. 2 എയർ കഴിഞ്ഞപ്പോൾ മണി നോക്കുന്ന പയ്യൻ വന്നിട്ട് പറയുക, 2 അമ്മച്ചിമാര് കുമ്പസാരിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ ഓർക്കും, കിളവികളുടെ ഒടുക്കത്തെ കുമ്പസാരം. ഇപ്പോഴാണ് കുമ്പസാരിക്കാൻ വരിക. മുറുമുറത്തോട് ഞാൻ കുമ്പസാരം കേൾക്കാൻ പോവും. എനിക്കൊരു അനുഗ്രഹവും ഇല്ല, കൃപയുമില്ല. കുമ്പസാരിച്ചവർക്ക് കിട്ടും, അവരെ കർത്താവ് കാണും. ചെയ്യുന്നത് സന്തോഷത്തോടെ കൊടുക്കുക. ഇതാണ് വാഴ്ത്തി കൊടുക്കുക. വണ്ണം വെച്ചാലും വയറ് ചാടിയാലും തൊലി കറുത്താലും പല്ലു പൊങ്ങിയാലും ഒരു സങ്കടവും വേണ്ട. വാഴ്ത്തി കൊടുത്തവർക്ക് ദേഹത്ത് എന്നാ മാറ്റം വന്നാലും ഒരു പ്രശ്നവുമില്ല. ഒരു ഇടവക രൂപതയുടെ ബിഷപ്പ് കൊടക്കമ്പി പോലെ മെലിഞ്ഞ ആള് ഒരു പള്ളിയിൽ വന്നു. പള്ളിയിൽ നിന്നും പാരിഷ് ഹോളിലേക്ക് മീറ്റിങ്ങിന് പോവുക. പിതാവ് റോക്കറ്റ് പോലെ പോയി. മഠത്തിലെ മദറാണെങ്കിൽ കൊഴുത്ത് ഉരുണ്ട് വണ്ണം വെച്ച ഒരാള്. മദർ പറഞ്ഞു, പിതാവേ അല്പം പയ്യെ പോവോ? അതെന്നാ, എനിക്ക് ഒപ്പം എത്താൻ പറ്റുന്നില്ല. സാവധാനം പോന്നാ മതി. പിതാവിന് പറഞ്ഞാൽ മതി, ഈ ഭാരമെല്ലാം ഞാൻ ചുമന്നുകൊണ്ട് വരണ്ടേ? പിതാവ് പറഞ്ഞു, ഇത് ഭാരമാണോ? പൗലോസ്ലീഹ പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ആലയം എന്ന്. പിതാവിന് പറഞ്ഞാൽ മതി, ഞാൻ വേണ്ട ഇത് താങ്ങാനായിട്ട്. പിതാവ് പറഞ്ഞു, സിസ്റ്റർ ഒരിക്കലും അങ്ങനെയൊന്നും പറയല്ലേ. ഉടുപ്പിട്ട ആദ്യകാലങ്ങളിൽ ഈ ആലയം കേവലം ഒരു കുരിശുപള്ളി മാത്രമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പം ദൈവം അത് ബസിലിക്ക ആക്കി വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നു. മെലിഞ്ഞിരുന്നാലും വണ്ണം വെച്ചാലും പരാതിയില്ല. വാഴ്ത്തി കൊടുത്തവർക്ക് പ്രശ്നമില്ല. എൻ്റെ കൂടെ ധ്യാനത്തിന് വരുന്ന ഒരു സഹോദരൻ, നല്ല രോഗശാന്തി വരവുള്ളയാള്, കുറെ നാൾ മുമ്പ് പറഞ്ഞു, ജോസഫ് അച്ഛാ, ഇനി ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല. ഞാൻ ചോദിച്ചു, അതെന്താ? ഞാൻ തലയെ കഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചുമ ഉള്ളവരുടെ ചുമ പോകും, എനിക്കത് ചാടിപ്പിടിക്കും. തണ്ടല് വേദന ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തണ്ടല് പൊട്ടുന്ന പോലെ വല്ലാതെ നോമ്പരം. അതുകൊണ്ട് എനിക്കിനി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മടി. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഇനി ഇദ്ദേഹം എൻ്റെ കൂടെ ധ്യാനിപ്പിക്കാൻ വരുമ്പോൾ ഒരിക്കലും ഒരു കാരണവശാലും ഗർഭിണികളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കരുത്. ചാടിപ്പിടിക്കുമെന്ന് പേടിക്കുന്ന ലോകമാണ്. ഇവിടെയാണ് വാഴ്ത്തി കൊടുക്കുക. എൻ്റെ കയ്യിൽ 10,000 രൂപ ഇരിപ്പുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യന് മരുന്ന് മേടിക്കാൻ വേണ്ടി സന്തോഷത്തോടെ അതിൽ 500 കൊടുത്താൽ ദൈവം എൻ്റെ 10,000-ത്തെ 15,000 ആക്കി വർദ്ധിപ്പിച്ചു തരും. സന്തോഷത്തോടെ ഞാൻ കൊടുക്കുമ്പോൾ ദൈവം എൻ്റെ ഇത് വർദ്ധിപ്പിച്ചു തരും. ഇതാണ് എണ്ണത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ കഴിവ് വളരെ കുറവാണ്. ഞാൻ എൻ്റെ തമ്പുരാൻ്റെ കുഞ്ഞിനെ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിന് 30% ബുദ്ധി ദൈവം 90% വർദ്ധിപ്പിച്ചു തരും. പരിമിതിയുടെ മേൽ അധികാരമുള്ളവൻ യേശു. 5, പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഹിസ് പവർ ഓവർ നാച്ചുറൽ ലോ. പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 15 വരെയാണ് എണ്ണത്തിൻ്റെ മേൽ അധികാരം. 16 മുതൽ 24 വരെ വാക്യങ്ങളിൽ പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഒരു രാത്രി പത്രോസും കൂട്ടരും വള്ളത്തിൻ്റെ അമരത്ത്
തല വെച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ പാതിരാത്രി 12 മണിക്ക് ഓളങ്ങളിൽ ഒതളങ്ങാ വരുന്നത് പോലെ, കടലാസ് വെള്ളം വെള്ളത്തിലൊഴുകുന്ന പോലെ ഒരു ശരീരം ഒഴുകി ഒഴുകി വരുന്നു. ഫിസിക്സിൽ ഒരു തിയറിയുണ്ട്, ദ ഓസ്മോസിസ് തിയറി. ഓസ്മോസിസ് തിയറി എന്ന് പറഞ്ഞാൽ സാന്ദ്രത കൂടിയ സാധനം സാന്ദ്രത കുറഞ്ഞതിലേക്ക് മൊത്തം ഇറങ്ങിപ്പോകും. മനുഷ്യ ശരീരത്തിന് സാന്ദ്രത കൂടുതലാ, അത് വെള്ളത്തിൽ മുങ്ങിപ്പോകും. കല്ലിന് സാന്ദ്രത കൂടുതലാ, വെള്ളത്തിൽ താന്നു പോകും. അങ്ങനെ താഴാതെ വന്നാൽ ഓസ്മോസിസ് തിയറി മാറുകയാണ്. ഒരു മനുഷ്യൻ നടന്നു വരുന്നു. പത്രോസിന് മനസ്സിലായി, തീർച്ചയായിട്ടും ഇത് മനുഷ്യനല്ല, പിന്നെ ആരാ? ഭൂതം. പത്രോസ് വലിയ വായിലെ വിളിച്ചു പറഞ്ഞു, ഭൂതം 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 വരുന്നു. ക്രിസ്തു ചിരിച്ചോട് പറഞ്ഞു, പത്രോസ് ഇത് ഭൂതമല്ല, നിന്റെ ഭൂതകാലം കാണാപ്പാടം പഠിച്ച നിന്റെ ഗുരുവും കർത്താവുമാണ്. വള്ളത്തിന്റെ അമരങ്ങൾ ഒരുമിച്ച് പ്രസംഗിച്ച, ഭക്ഷണം പകുത്ത് പങ്കിട്ട നിന്റെ ഗുരുവും കർത്താവും. സംശയമുണ്ടോ? നിന്റെ അമ്മായിയമ്മയുടെ 105 ഡിഗ്രി പനി ഒറ്റ ഒപ്പിന് പൊക്കി മാറ്റിയ നിന്റെ ഗുരുവും കർത്താവുമാണ് ഞാൻ. 5ാം ക്ലാസ്സിൽ വേദപാഠം പഠിക്കുന്ന കുട്ടികളോട് ക്ലാസ്സിലെ ടീച്ചർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, അബ്രഹാമിന് മക്കളെ പ്രസവിച്ച 2 പെണ്ണുങ്ങളുടെ പേര് പറയാവോ? പിള്ളേർ പറഞ്ഞു, ഹാഗാറും സാറായും. സെബദീപുത്രന്മാരുടെ പേര് യാക്കോബും യോഹന്നാൻ. പത്രോസിന്റെ അമ്മായിയമ്മയുടെ പേര് പിള്ളേർ പറഞ്ഞു, പഠിപ്പിച്ചിട്ടില്ല. ഒരു 10 വയസ്സുകാരൻ പറഞ്ഞു, പഠിപ്പിച്ചില്ലെങ്കിലും എനിക്കറിയാം, ഹീബ്രു ഭാഷയില ആ പേര്. എന്നതാടാ പേര്? അവൻ പറഞ്ഞു, ടീച്ചറെ, പത്രോസിന്റെ അമ്മായിയമ്മയുടെ പേര് മിസ്സിസ് കലശലായി എന്നാണ്. മിസ്സിസ് കലശലായി. കാരണം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, പത്രോസിന്റെ അമ്മായിയമ്മ കലശലായി പനി പിടിച്ച് കിടക്കുകയെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിന്റെ അമ്മായിമ്മയുടെ പനി തൊട്ട് മാറ്റിയ നിന്റെ ഗുരുവും കർത്താവും ഞാൻ. പത്രോസ് പറഞ്ഞു, ഈ ടെക്നിക്ക് പഠിപ്പിക്കാവോ? പോരാൻ പറഞ്ഞു. അവനും മുകളിലൂടെ നടന്നു. വെള്ളത്തിന്റെ മേൽ നടത്തിക്കൊണ്ട് പറയുന്നു, പ്രപഞ്ച നിയമങ്ങൾ എഴുതിയ കർത്താവിന് പ്രപഞ്ച നിയമത്തിന്റെ മേൽ അധികാരമുണ്ട്. ജ്ഞാനം 16:12, ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം. മരുന്നോ ലേപന ഔഷധമോ അല്ല, സുഖപ്പെടുത്തുന്ന നിന്റെ വചനമാണ് സൗഖ്യം തന്നത്. മനുഷ്യബുദ്ധിക്ക് അസാധ്യമെന്ന് കരുതുന്ന എന്തെല്ലാം കാര്യം. PC ജോർജിന്റെ മകന്റെ ഭാര്യ എൻ്റെ വലിയ കൂട്ടാ, ജഗതിയുടെ മകളാണ്. അപ്പോൾ അവൾ അൽഫോൻസ എന്നറിയപ്പെടുന്നു. എന്നോട് പറഞ്ഞു, അച്ഛൻ എൻ്റെ കൂടെ വന്ന് തിരുവനന്തപുരത്ത് വന്ന് എൻ്റെ അപ്പൻ്റെ തലയെ കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. ഞാനും അവളും PCയുടെ മോൻ ഞങ്ങളെല്ലാം കൂടെ തിരുവനന്തപുരം പേയാടിയും. ജഗതി നമ്മളെ കാണുമ്പോൾ ഒന്ന് കുലുങ്ങും, പക്ഷെ പിന്നീട് അങ്ങ് തളർന്നു. ഒരിക്കലും ഇനി നോർമൽ ലൈഫിലേക്ക് ജഗതി വരികയല്ല. പരസ്യങ്ങൾ പലതും കാണും, രോഗിയായിട്ട് കിടത്തി അഭിനയിപ്പിക്കാം, നോർമലായിട്ട് വേണ്ടാൻ പറ്റുകയല്ല. അതാണ് സത്യം. പക്ഷേ അത് നമ്മുടെ ബുദ്ധിയിൽ ദൈവത്തിന് അസാധ്യമായി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുകയല്ല. അസ്ഥികൂടങ്ങളെ ഒരു സൈന്യത്തെ പോലെ നിർത്തിയ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ബുദ്ധിയോട് ചിന്തിച്ചാൽ അതിനുള്ള സാധ്യതയുമില്ല. മുൻ ജലസേചന മന്ത്രി ബേബി ജോൺ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. 4-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് പോരുമ്പോൾ എനിക്ക് തോന്നി, ഇനി ഒപ്പീസ് പാടാൻ വന്നാൽ മതി. കയ്യെ പിടിച്ചപ്പം തൊലി എല്ലിൽ നിന്നും വിട്ടുകിടക്കുന്നത് പോലെ. പിന്നെയും 4 വർഷം കഴിഞ്ഞ് ദിവൈൻ ധ്യാന മന്ദിരത്തിൽ രോഗികൾക്കുള്ള ധ്യാനത്തിൽ പങ്കെടുത്തിട്ട് ഊന്നുപടിയിൽ ചാരി നിന്ന് പരസ്യവേദിയിൽ പരസ്യമായി പറഞ്ഞു, എൻ്റെ തലയിൽ മാമോദിസ വെള്ളം വീണതിൽ ഞാൻ സന്തോഷിക്കുന്നു. നമ്മൾ ഓർക്കുന്ന പോലല്ലോ മനുഷ്യന്റെ ജീവിതം. ഡോക്ടർ രോഗിയെ പരിശോധിച്ചിട്ട് പറയുന്നു, കൂടിയാൽ 6 മാസം, ഏറിയാൽ 9 മാസം. ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്തേരെ, ഇഷ്ടമുള്ളവരെ വിളിച്ച് കാണിച്ചേരെ. പറഞ്ഞ ഡോക്ടർ മരിച്ചിട്ട് 10-ാം വർഷം. രോഗി ഇന്നല്ല കഥനാകുറ്റി പോലെ ഉരുണ്ടുരുണ്ട് നടക്കുന്നു. പ്രപഞ്ച നിയമത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. 6 നിർഭാഗ്യത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാൻ 9:1 മുതൽ 38 വരെ വാക്യങ്ങൾ. ഈസ് പവർ ഓവർ മിസ്ഫോർച്യൂൺ. മനുഷ്യന്റെ നിർഭാഗ്യത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. അന്ധനായ മനുഷ്യനെ കാണിച്ചിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ അന്ധനായത് ഇവന്റെ കുറ്റം കൊണ്ടാണോ മാതാപിതാക്കളുടെ കുറ്റം കൊണ്ടാണോ? ക്രിസ്തു പറഞ്ഞു, ആരുടെയും കുറ്റം കൊണ്ടല്ല, ദൈവമഹത്വം പ്രകടമാക്കാൻ ഇവൻ അന്ധനായിരിക്കുന്നു. ഒരുപക്ഷെ ഇന്നും ചില ധ്യാനക്കാർ പഠിപ്പിക്കുന്ന, ധ്യാന ഗുരുക്കന്മാർ പഠിപ്പിക്കുന്ന അന്ധവിശ്വാസം സഭയിലുണ്ട്. ദൈവശാസ്ത്രത്തിനും
ബൈബിളിനെ നിരക്കാത്ത അന്ധവിശ്വാസം നയിക്കുന്ന അച്ഛന്മാരും ആത്മാരുമുണ്ട്. എന്തേലും വന്നാൽ പറയും പൂർവ്വശാപം പൂർവ്വശാപം. ഇത് പറഞ്ഞ് ആർക്കും രക്ഷപ്പെടാം. അതിന്റെ പരിഹാരം പറഞ്ഞു തരട്ടെ. ചുമ്മാ പറയും പൂർവ്വശാപം പൂർവ്വശാപം. ഒരു സ്ത്രീ ഒരമ്മച്ചി ധ്യാനമന്ദിരത്തിൽ ധ്യാനിക്കാൻ വന്നിട്ട് പറയുക, എൻ്റെ ഇളയ മോൻ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി, മരുമകൾ ഗർഭിണിയാകുന്നില്ല. പല അച്ഛന്മാരോടും പല ധ്യാനമന്ദിരത്തിലും ചെന്ന് ചോദിച്ചിട്ട് അവർക്കാർക്കും ഇത് പറയാനുള്ള പവറില്ല. ഈയിടെ ഒരു ധ്യാനമന്ദിരത്തിൽ ഒരു ബദറിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞപ്പോഴാണ് പ്രശ്നം പിടികിട്ടത്. 3-4 തലമുറയ്ക്ക് മുമ്പ് ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ ഒരു പണിക്കാരി ഉണ്ടായിരുന്നു. അന്നത്തെ വല്യപ്പൻ ഒരു തൊഴി കൊടുത്തു. തൊഴി കൊണ്ട് ചത്തുപോയി. ബദർ പറഞ്ഞു, അവളുടെ പ്രേതം കയറി മരുമകളുടെ ഗർഭപാത്രത്തിന്റെ വക്കത്ത് കുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കൂട്ട് പൊട്ടന്മാര് സഭയിലുണ്ട്. സഭയുടെ ശാപം ചുമ്മാ പൊട്ടത്തിനെ പറഞ്ഞ് പഠിപ്പിക്കുക. പൂർവ്വശാപം പൂർവ്വശാപം. തമ്പുരാൻ പറഞ്ഞു അത് പറയരുത്. ഈശോ വിലക്കി അത് പറയരുത്. അത് പഴയ നിയമ കാഴ്ചപ്പാടാ. ആവർത്തിക്കരുത്. ക്രിസ്തുവാ പറഞ്ഞത്. അന്ധനത് ആരുടെയും ശാപം കൊണ്ടല്ല, ദൈവമഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി ഇവൻ അന്ധനായിരിക്കുന്നു. എന്താ വ്യാഖ്യാനം? എവിടെയെല്ലാം ഗെയിമുണ്ടോ അവിടെയെല്ലാം ഫൗൾ ഉണ്ട്. ഇപ്പം IPL ക്രിക്കറ്റ് നടക്കുന്നു. റെഫറി ഉണ്ട് ഫൗള് പിടിക്കാൻ. റെഫറി ഇല്ലാത്ത ഗെയിമില്ല. എല്ലാ ഗെയിമിലും ഫൗളുണ്ട്. ജീവിതം ഒരു ഗെയിമാണ്. ജീവിതം എന്ന ഗെയിമിൽ ഫൗളാണ് അന്ധൻ, ബധിരൻ, ഊമൻ, മുടന്തൻ, വികലാംഗൻ. നമ്മളെല്ലാം ഗെയിം കളിക്കുമ്പോൾ സമൂഹത്തിലെ ഫൗൾ അവർക്ക് പകരം കരയാൻ നിങ്ങളെ എന്നെയും വിളിച്ചിട്ടില്ല. അവരുടെ കാര്യം ദൈവം നോക്കും. ഞാൻ എൻ്റെ ഗെയിം കളിച്ചോണം. അവൻ എന്നെ അങ്ങനെയെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിരുന്നാൽ നമ്മൾ തളരത്തേ ഉള്ളൂ. നമ്മുടെ കാര്യം ഗെയിം കളിക്കുക. റേബാൻ കണ്ണട മേടിക്കാൻ കാശില്ലെന്ന് ഓർക്കുമ്പോഴാണ് കണ്ണില്ലാത്തവനെ ദൈവം കാണിച്ചു തരും. കണ്ണുള്ള ഞാൻ ദൈവമഹത്വം കാണണം അന്ധന്റെ മുമ്പിൽ. ഷൂസ് മേടിക്കാൻ കാശില്ലെന്ന് ഓർക്കുമ്പോൾ കാലില്ലാത്തവൻ പോകുന്നു. കാലില്ലാത്തവനെ കാണുമ്പോൾ കാലുള്ളവൻ അവന് കിട്ടിയ മഹത്വം കാണണം. ഒരിക്കലും അന്ധൻ ദൈവത്തെ ചീത്ത വിളിച്ച് പാട്ടുപാടിയിട്ടില്ല. അന്ധൻ പറഞ്ഞു, കണ്ണില്ലാതെ ഞങ്ങൾക്ക് കണ്ണുള്ള നിങ്ങൾ വല്ലതും തന്നിട്ട് പോണേ. ദൈവത്തെ മലയാളത്തിൽ ചീത്ത വിളിച്ച് ആദ്യത്തെ പാട്ടെഴുത് കണ്ണില്ലാത്ത അന്ധനല്ല, 2 കണ്ണുകളും തുറന്നിരുന്ന P. ഭാസ്കരൻ എന്ന ഗാനരചയിതാവാ. 3 പൂക്കൾ എന്ന പടത്തിനു വേണ്ടി അത് എഴുതി വെച്ചു. വിണ്ണിലിരുന്ന് ഉറങ്ങുന്ന ദൈവമോ മണ്ണിലിടയുന്ന മനുഷ്യനോ, ചിരിക്കാനറിയാത്ത കരയാനറിയാത്ത കളിമണ്ണും പ്രതിമകളെ എന്ന് ദൈവത്തെ വിളിച്ചത് അന്ധനല്ല, കണ്ണു തുറന്നിരുന്ന P. ഭാസ്കരനാ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെക്കാൾ കുറഞ്ഞ പലരെയും കാണുമ്പോൾ കിട്ടിയ മഹത്വം കണ്ട് ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. കിട്ടിയ മഹത്വം കണ്ട് അന്ധന്മാരെ നമുക്കിന്ന് വിശ്വസിക്കാൻ പറ്റിയാത്ത കാലമാണ്. കുളവരങ്ങാട് പള്ളിയിൽ ആദ്യ വെള്ളിയാഴ്ച ചെന്നാൽ അന്ധന്മാരുടെ ജില്ലാ സമ്മേളനമാണ്. എത്ര എണ്ണമാ കിടന്നുകൊണ്ട് കാറുന്നു. കണ്ണുള്ള നിങ്ങൾ കണ്ണില്ലാത്ത ഞങ്ങൾക്ക് വല്ലതും തന്നിട്ട് പോണേ. ഒരു ചേട്ടൻ 10 രൂപയുടെ തുട്ടിട്ട് കൊടുത്തു. അത് ഉരുണ്ടുരുണ്ടങ്ങ് പോയി. അന്ധൻ ഒറ്റ ഓട്ടം അവൻ പോയി അത് പെറുക്കിയെടുത്ത് തരക്കിട്ടവനെ വെച്ചു. ഇയാൾ പറഞ്ഞു, കള്ളൻ, നിനക്ക് കണ്ണ് കാണാം, അതുകൊണ്ടല്ലേ നീ ഓടിപ്പോയത്, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അവൻ പറഞ്ഞു, പൊന്നു സാറേ, പോലീസിൽ പറയരുത്, എൻ്റെ വയറ്റിപ്പഴപ്പാ. അതെന്താ? യഥാർത്ഥ അന്ധന് പകരം വന്നിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് അന്ധനാണ് ഞാൻ. യഥാർത്ഥ അന്ധൻ എന്തിയെ? അവൻ 5:30 വരും. എവിടെ പോയതാ? സിനിമ കാണാൻ പോയതാണ്. അവൻ 5:30 തിരിച്ചു വരും. അന്ധന്മാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയല്ല. ഓരോ അന്ധനെയും കാണിച്ചു ദൈവം പറയും, കണ്ണുള്ള നമ്മൾ കണ്ണില്ലാത്തവരെ കാണുമ്പോൾ ദൈവമഹത്വം കാണണം. എന്നോട് ആൾക്കാർ പറഞ്ഞു, അച്ഛൻ പോയി പുലിമുരുകൻ എന്ന സിനിമ കാണണം, മുൾമനയിലിരുന്ന് അത് മൊത്തം കണ്ടു തീർക്കുകയുള്ളൂ. ഞാനൊരു ഗ്രാമീണ തിയേറ്ററിൽ ഈ പടം കാണാൻ ചെന്നു. ഞാൻ പറഞ്ഞു, കപ്പൂച്ചൻ അച്ഛനാണ്, ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് മതി, പുലിമുരുകൻ എന്നാന്ന് ഒന്ന് കാണാമെന്നും കണ്ട. അവർ പറഞ്ഞ, അച്ഛാ തറ ടിക്കറ്റ് മതിയോ? ഞാൻ തറയെങ്കിൽ തറ എന്നും പറഞ്ഞ തല ടിക്കറ്റ് മേടിച്ച് തറയിലിരുന്ന് പുലിമുരുകൻ കാണുന്നു. ഇന്റർവെല്ലിന് 5 മിനിറ്റ് മുമ്പ് എൻ്റെ മുമ്പിൽ നിന്നൊരനക്കം. ഞാൻ നോക്കുമ്പം ഏറ്റവും കുറഞ്ഞത് തറ ടിക്കറ്റാന്ന് കരുതുമ്പം കുറേ പേര് തറ മാന്തിയിട്ട് കുഴി ടിക്കറ്റ് എന്നും പറഞ്ഞ് എൻ്റെ മുമ്പിലിരിക്കുന്നു. ഏറ്റവും താഴ്ന്നത്
നമ്മളാന്ന് കരുതുമ്പം നമ്മളെക്കാൾ താന്ന ഒരുപാട് പേർ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇവിടെയാണ് പറയുക, പരിമിതിയുടെ മേൽ നിർഭാഗ്യത്തിന്റെ മേൽ അധികാരമുള്ള കർത്താവ് എല്ലാം അറിയുന്നു. അവസാനമായി യേശുവിന്റെ 7ാമത്തെ അധികാരം, ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാൻ 11:38 മുതൽ 44 വരെ വാക്യങ്ങൾ. മരിച്ച ലാസരനെ 4ാം ദിവസം ഉയർപ്പിച്ചുകൊണ്ട് ജീവനും മരണവും കർത്താവിന്റെ കയ്യിൽ അവൻ പഠിപ്പിക്കുന്നു. ഗലാത്യർ 2:20 പൗലോസ് പറയും, ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുക. 1 കൊരിന്ത്യർ 15:55 മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദർശനം എവിടെ? ഞാൻ മരിച്ചാലും ഞാൻ ജീവിച്ചാലും കർത്താവിന്റെ കരങ്ങളിലാണ്. പൗരസ്ത്യ സഭാപിതാവായ വിശുദ്ധ എഫ്രൈം AD 314 കുറിച്ചു വെച്ചു, ഒരു ക്രൈസ്തവന് 5 ജന്മങ്ങൾ, ഒരു ക്രിസ്ത്യാനിക്ക് 5 ജന്മങ്ങൾ. 1 ദൈവത്തിന്റെ മനസ്സിൽ, 2 അമ്മയുടെ വയറ്റിൽ, 3 ലോകത്തിന്റെ മടിത്തട്ടിൽ, 4 പള്ളിയുടെ മാമൂസാ തൊട്ടിയിൽ, 5 മരണം വഴി സ്വർഗത്തിലേക്ക്. ഞാൻ ജീവിച്ചാലും മരിച്ചാലും കർത്താവിന്റെ കരങ്ങളിലാണ്.